ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. നമ്മളൊരു ദിവസത്തെ പണികളൊക്കെ ഉണ്ട് കാണിച്ചിരുന്നത്. അപ്പോൾ അതാക്കണമെന്ന് ഞങ്ങൾക്ക് ചായക്ക് കടി ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ, നമ്മുടെ ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ഞങ്ങൾ ഗ്യാസും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് മിറ്റടിച്ചു വരാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ മിറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് മിറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാക്കണം അപ്പോഴേക്കും നൂൽപുട്ട് ചൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാക്കണം അങ്ങനെ മിറ്റത്തേക്ക് ഇറങ്ങി. മിറ്റത്തേക്ക് കുറച്ച് അത്യാവശ്യം ചമ്മലുകളൊന്നും ഇല്ല, നമുക്ക് കുറച്ച് ചമ്മലുകളുള്ളൂ. അപ്പോൾ അതൊക്കെ അടിച്ചുകൊണ്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കറ്റാർവാഴയൊക്കെ നമ്മുടെ ആമീസിന്റെ ഹെയർ കെയർ ഓയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. നല്ല നാടൻ കറ്റാർവാഴകളാണ്. അപ്പോൾ അത് ആ മിറ്റൊക്കെ അടിച്ചോരി, പിന്നെ അധികം മിറ്റങ്ങൾ അടിച്ചു വരാനില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. നമ്മൾ മറ്റിലിട്ടത് കൊണ്ട് അധികം ചമ്മലുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പുളിന്റെ ഇല കൊയ്യുന്ന സമയമാകുമ്പോഴാണ് അത്യാവശ്യം നല്ലോണം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കൊഴിഞ്ഞ് വന്നതും കൊണ്ട് അധികമൊന്നുമില്ല. അത് കൊഴിച്ചിൽ തുടങ്ങിയാൽ പിന്നെ ആകെ മിറ്റത്ത് കൂടെ ഫുൾ അതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അകത്തൊക്കെ തന്നെ കയറുകയാണ്. ഞാൻ മിറ്റടിച്ചൊരു വന്നപ്പോഴേക്കും ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ കഴിക്കട്ടെ. പാത്രം കഴുകിയാലേ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കുറേ പാത്രങ്ങളുണ്ട് കഴുകാന്. നമ്മൾ കുക്കറും പിന്നെ കറി ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെ പാത്രങ്ങൾ കുറേ നിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകിയേക്കട്ടെ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന പണിയാണ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാന്നുള്ളത് കേട്ടോ. അപ്പൊ ചായയും കടിയായി നമ്മൾ പാത്രം വേഗം കഴുകി വെക്കും. പിന്നെ അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും ഞാൻ രാവിലെ കുറച്ച് ചായ കുടിച്ചതാണ്. അപ്പം ഞാൻ ഇനി ബാക്കി പണികളൊക്കെ എടുത്തിട്ടാണ് സാവധാനമാണ് ചായ കുടിക്കാറുള്ളത് കേട്ടോ. അപ്പം അമ്മ ചായ ഒക്കെ കുടിച്ച് വന്നു. ഇതാക്കണ പാത്രങ്ങളും കുടിക്കും. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുപോകണ കാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ പാല് ഞാൻ വാങ്ങി കൊടുന്നാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പാലിന് വിളിച്ചപ്പോൾ പാല് പോയി വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി, മെയിൻ ആയിട്ടുള്ള പണി പാത്രം കഴുകലാണ് കേട്ടോ. പാത്രം കഴുകിയേക്കാന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് കഞ്ഞിവെള്ളം കൊടുത്തിന് അതിന്റെ പാത്രം ഉണ്ട്, പിന്നെ ചോറ് വെച്ച പാത്രം, കറിപ്പാത്രങ്ങൾ, അങ്ങനെ പാത്രങ്ങൾക്ക് കുറെ ഉണ്ടാവില്ല. നമുക്ക് രാവിലെ ഒരുപാട് കഴുകാണ്ടാവുമല്ലോ. അപ്പൊ അത് കഴുകിയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി പാത്രം കഴുകി കഴിയുമ്പോൾ തന്നെ മോന് ഉണരും, അതായത് ഇങ്കു നീച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഓൻ നീച്ചിട്ട് ഓൻ വിളി തുടങ്ങും. അപ്പൊ പിന്നെ ഓന് ചായ കൊടുക്കുന്ന സമയമായിരിക്കും കേട്ടോ. ഓൻ ചായ കൊടുക്കുമ്പോൾ തന്നെ ഞാനും ചായ കുടിക്കും. പിന്നെ അക്കു ഇവിടെ എല്ലാവർക്കും വിരുന്ന് വെക്കാണേ. അപ്പൊ അതാക്കണേ ഞങ്ങൾ വേഗം പാത്രം കഴുകിയേക്കാന്ന് പറഞ്ഞാണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രം കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞു. പാത്രം കഴുകി നമ്മളെ ടൈല് വീതനൊക്കെ തോത്തി എടുത്തിട്ട് നമുക്ക് അച്ചാറുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് കുപ്പിയിലാക്കണം. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നമുക്ക് അച്ചാർ കുപ്പിയിലാക്കിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഇട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് കുറെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ മാങ്ങന്റെ സീസൺ അല്ലേ, അപ്പൊ ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പൊ കുറച്ച് അച്ചാർ ഇട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ആയിട്ടല്ലോ, നമുക്ക് അച്ചാർ കുപ്പിയിലാക്കിയിടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ. അമ്മ അപ്പം അങ്ങനെ അച്ചാർ എടുത്തോണ്ട് ഞാൻ പോയിട്ടുണ്ട്. നമ്മളിവിടെ അടുക്കളേന്റെ അടുപ്പിന്റെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അപ്പം ഉമ്മ അവിടുന്ന് അച്ചാർ എടുക്കണ്ടേ. ഞങ്ങൾ അച്ചാർ കിട്ടിയാണ് മാങ്ങച്ചാറാണ്. മാങ്ങ കുറേ കിട്ടിയപ്പോൾ അച്ചാർ ഇവിടെ മാങ്ങ കുറേ കിട്ടിയപ്പോൾ അങ്ങനെ അച്ചാർ കിട്ടില്ല കേട്ടോ. ഉപ്പുണ്ടോ? നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്. പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ബാക്കി വന്ന മാങ്ങി അതേമാതിരി വാടി മാങ്ങിയപ്പോഴെ ഹസ്ബൻഡിന് അപ്പൊ അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇമ്മ അച്ചാർ നല്ലോണം നല്ല ഇതിലിടും. പിന്നെ ഞാൻ നമുക്ക് നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ പാർട്ടി പോയിരുന്നൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ്. അതാ ഇമ്മാന്റെ സ്പെഷ്യൽ അച്ചാറ്. അത് ഇതിന് 2 ദിവസം കൊണ്ട് കാലിയാവും.
പുറത്തുനിന്ന് അതാ മീൻകാരൻ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് മുറ്റത്തേക്ക് ഇറങ്ങട്ടെ, ഇനി വേഗം ഓടുകയാണ് കേട്ടോ. ഏത് മീനാ? സൂത പറ്റൂല ഇവിടെ എനിക്ക്. കുഞ്ഞുമത്തിയാണല്ലേ. ഇത് കുട്ടിയൊന്നും തിന്നൂല ഈ മീനെ. കഷ്ണം, ആ കഷ്ണം പറ്റൂല. അത് പറ്റൂല. കഷ്ണം മീനാണ്, സൂത മീനാക്കണേ. വാങ്ങിക്കോളൂ. ഇതാ നമ്മുടെ അടുത്ത് വലിയ മീനുണ്ട് പറഞ്ഞിട്ട് കാക്ക കാണിച്ചു തരാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ മീൻ വാങ്ങിനി, ഇന്നലെ സുതമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ബാക്കിയായി കിടക്കും. അതുണ്ട് കേട്ടോ, ഉമ്മാക്ക് അതുണ്ട്. ഉമ്മാക്ക് ഇഷ്ടം അങ്ങനത്തെ കഷ്ണം മീനുകളാണ് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടം ചെറിയ ചെറിയ മീനുകളാണ്. അവൾക്ക് ഇങ്ങനത്തെ വലിയ മീനോട് താല്പര്യമില്ല കേട്ടോ. അപ്പൊ ഉമ്മാക്ക് മറ്റേ മീനുണ്ട്, കുട്ടികൾക്ക് ചെറിയ മീൻ കൊടുക്കാറുണ്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇതാക്കണ് എന്താ ഇങ്കു ചെറിയ കുട്ടി ഉണർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണ ഓന് വേഗം TV ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ കൊടുക്കട്ടെ. അപ്പൊ ഇതാ ഉണന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചായ വേഗം എടുത്തു കൊടുത്തിട്ടുണ്ട്. ചായ നൂൽപുട്ടും കൊടുക്കട്ടെ കേട്ടോ. ഓന് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാനും കഴിക്കും. അപ്പൊ ഇതാ TV ഒക്കെ കണ്ട് ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് പിന്നെയും TV കാണുകയാണ്. ഇതൊക്കെ അനാൻഷാന്റെ വ്ളോഗൊക്കെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അതാ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഞാൻ അടിച്ചു വാരട്ടെ കേട്ടോ. അടിച്ചു വാരി തുടച്ചിട്ടാ നമ്മളെ മെയിനായിട്ടുള്ള പണി കഴിഞ്ഞല്ലോ. അപ്പൊ ഇതാക്കണം ഞാൻ സിറ്റ് ഔട്ടാണ് ആദ്യം അടിച്ചു വാരുന്നത്. സിറ്റ് ഔട്ടും റൂമുകളൊക്കെ അടിച്ചു വാരിയിട്ട് നമ്മൾ തുടച്ചിട്ട് കേട്ടോ. ഇപ്പൊ നമ്മള് എന്താ അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള പണി കഴിഞ്ഞ മാതിരി കേട്ടോ. നമുക്കൊരു വൃത്തിയുള്ള മാതിരിയാണ്, ഒരു പണി ഒതുങ്ങിയ മാതിരി തോന്നും കേട്ടോ. നമുക്ക് നേരത്തെ തന്നെ നമ്മളെ പണി കഴിഞ്ഞൊരു ഫീലൊക്കെ കേട്ടോ. വേഗം നമ്മൾ അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഫസ്റ്റ് റൂമൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വരട്ടെ. പിന്നെ ഇവിടെ കുറെ അലക്കാനുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടെ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ പിന്നെ വലിയ കുട്ടികളെ എപ്പോഴും കട്ടിലിൽ കയറിയാണ്ട് ബെഡ്ഷീറ്റ് ഇതാക്കിയിട്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിടും. അപ്പോൾ ബെഡ്ഷീറ്റ് ഫസ്റ്റ് ശരിക്കും വിരിച്ചിടട്ടെ. എന്നിട്ട് നമ്മൾ അടിച്ചു വാരലൊക്കെ നമ്മളത് വേഗം കഴിയും കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലാണ്. തുടക്കലും കൂടി കഴിഞ്ഞാൽ തുടച്ചിട്ടൊന്നും കാര്യമല്ല വീട്ടിൽ. കാരണം സ്കൂളൊക്കെ അടച്ച് ലെവൽ ഏത് സമയത്തും പെരത്തുന്ന പണിയായിരിക്കാം. നമ്മൾ തുടച്ച് കഴിയുമ്പോഴത്തേനും ഓല അടുത്തത് പെരത്തൽ തുടങ്ങും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഓല് കഴിക്കാനും കൂടി ഹാളിൽ കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ അതിലൊക്കെ പെരത്തിട്ടിട്ടുണ്ടാവും കേട്ടോ. ബേക്കറികൾ എന്തെങ്കിലും എടുത്തുകൊടുങ്ങാണ്ട്. എന്നാലും ഞാൻ അടിച്ചുവരലും തുടക്കലും കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള പണി കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ വേഗം അടിച്ചുവരലും തുടക്കലും രാവിലെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചുകൊണ്ട് വേഗം അടിച്ചുവരി തുടക്കാണ് കേട്ടോ. ഇപ്പൊ സമയം 9 മണി 9:30 ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാക്കണ വേഗം ഞാൻ അടിച്ചുവരി തുടക്കട്ടെ. ഇതാണ് കേട്ടോ ഞങ്ങളെ റൂം വരുന്നത്. ഇതാക്കണ ഇപ്പൊ ഇവിടെ മോന് കടന്നുറങ്ങി നീച്ച് പോയതാണ്. അപ്പൊ ഇതാക്കണ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. തലക്കണിന്റെ കവറൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതാക്കണ ഞാൻ അതൊക്കെ ശരിക്ക് വിരിച്ചിട്ടെ. നമ്മള് അടിച്ചോരൽ കഴിഞ്ഞിട്ട് വേഗം നമുക്ക് തുടച്ചിടാം കേട്ടോ. അപ്പൊ വേഗം ആ പണികളൊക്കെ ഒരുക്കട്ടെ. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? രാവിലെ തന്നെ വേഗം അടിച്ചു തുറക്കലൊക്കെ കഴിച്ചു, അതോ സാവധാനത്തിലാണോ? നമുക്ക് ഈ ഒരു പണി കഴിഞ്ഞാൽ വേഗം നമ്മളെ പണി ഒരുങ്ങിയ മാതിരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഈ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക. ചില സമയങ്ങളിൽ നമ്മൾ ഫോൺ കളിക്കുക അങ്ങനെ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നേരം വൈകിയാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അപ്പോൾ വേഗം നമ്മൾ പണി ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് മനസ്സിക്ക്. അപ്പൊ ഞാൻ വേഗം ഈ പണി കഴിക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അടിച്ചുവരി തുറക്കാൻ നിന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചോറും കറി ഉണ്ടാക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അത് നമുക്കിത് കഴിഞ്ഞാൽ അടിച്ചോരലും തുടക്കലും കഴിഞ്ഞാൽ വേഗം അതാക്കിയാൽ പിന്നെ പണി ഒരുങ്ങിയാലോ, പിന്നെ വേഗം കുളിച്ച് കയറാലോ.
അങ്ങനെ അത് അടിച്ചുവരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിച്ചുവരാൻ വേണ്ടി കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ പപ്പായല്ലേ കറുത്ത പൊഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാക്കണ് താഴത്ത് ഇതാക്കണ പൊഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് പറിച്ചാന്നുണ്ട് മഴ വിളിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഓൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കണം കേട്ടോ. ജ്യൂസ് അടിച്ചതാണ് ഇഷ്ടം. അപ്പൊ ഇതാക്കണ ഞാൻ ഇറങ്ങി പോട്ടെ താഴത്തേക്ക്. ഞങ്ങൾക്ക് ചെറിയൊരു മൂച്ചിത്തൈ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാക്കണ് നല്ല കൊലച്ച് നിൽക്കണ വായ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുരിങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതാക്കണ് കറുത്ത ഇട്ടിട്ടുണ്ട്, ചാടിച്ചിട്ടുണ്ട് കേട്ടോ. കറുത്ത പപ്പായ കപ്പളങ്ങ അതൊക്കെ പറയട്ടോ. അതൊക്കെ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീൻ വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ പരിപ്പ് മുരിങ്ങി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ മുരിങ്ങയും കൂടി ഒടിച്ചിട്ട് മോൾക്ക് കയറി പോവാ. അപ്പൊ ഇതാക്കണ് ഇമ്മ മുരിങ്ങ ഒടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ മുരിങ്ങ ഒടിച്ചിട്ട് ഇതുമെന്ന് ഇതാണ് ഞങ്ങളെ മുരിങ്ങ മരം കേട്ടോ. ഇതുമെന്ന് മെയിനായിട്ട് ഞങ്ങൾ തന്നെ കേട്ടോ മുരിങ്ങ കൊടുക്കല്. എപ്പോഴും ഞങ്ങൾക്ക് മുരിങ്ങ വേണം. മുരിങ്ങ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇതാണ് മുരിങ്ങാ താളിപ്പ് കേട്ടോ. മുരിങ്ങാ താളിപ്പ് എപ്പോഴും ഉണ്ടാക്കലുണ്ട്. അപ്പൊ ഇതാക്കണം കറുത്ത പിന്നെ അങ്ങനെ പൗത്താലാണ് കൂടുതലായിട്ട് കഴിക്കാറുള്ളത് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കറുത്ത ഉപ്പേരി വെക്കും, തോരൻ വെക്കും, കറിയൊന്നും ഉണ്ടാക്കലില്ല. ഇതാക്കണ് ഇപ്പൊ മുരിങ്ങ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പരിപ്പ് മുരിങ്ങി വെക്കട്ടെ കേട്ടോ. പരിപ്പ് മുരിങ്ങി നല്ല മത്തിമീൻ പൊരിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യല്. മുരിങ്ങാ താളിപ്പാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അവർക്ക് താളിപ്പും മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ മുരിങ്ങയും കറുത്തൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്താലോ, നമുക്ക് പഴുത്തിട്ടുണ്ടോ നോക്കിയാൽ പഴുത്ത് ഇതാക്കണം, നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിച്ചിട്ട് തുടക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. തുടക്കലൊക്കെ പിന്നെ തുടക്കാം. ഞാനിത് വേഗം കഴിക്കട്ടെ. അപ്പോൾ ഇങ്കുണ്ടല്ലോ പോനും കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ഇത് കഷ്ണം മുറിച്ചുകാണ്ട് ഇതാ കൂരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇമ്മയുടെ ഫോൺ വിളിച്ചാണ്. ഇമ്മ ഫോൺ വിളിച്ചിട്ട് കഴിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്കും തിന്നാണ് കേട്ടോ. ഇപ്പം നമ്മളെ കർമൂസ പപ്പായ നല്ല പഴുത്തിട്ടുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. ഇവൻ ഇതാ അവിടെ ടി വി കാണാണ് കേട്ടോ. അപ്പൊ ഓന്റെ കൂടെ ഞാനും ടി വി കണ്ടുകാണ്ട് നമ്മളെ പപ്പായ കഴിച്ചാണ് കേട്ടോ. അപ്പൊ ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുള്ള സമയം. അപ്പൊ ഇതാക്കണ് 10 മണിക്ക് ഞാൻ പപ്പായ ഉണ്ട് കഴിച്ചിട്ടുള്ളത്. രാവിലെ നമുക്ക് നൂൽപുട്ടും കറിയായിരുന്നു. പിന്നെ ഇപ്പോൾ 10 മണിയൊക്കെ ആയപ്പോൾ അത് കഴിച്ചു. അപ്പൊ ഞാൻ മുരിങ്ങ ഊരി വെക്കട്ടെ. മുരിങ്ങ ഊരി വെക്കണുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ നന്നാക്കണുണ്ട് കേട്ടോ. മീൻ നന്നാക്കിക്കാണ്ട് നമ്മള് മസാല തേച്ച് വെച്ചാൽ പിന്നെ നമുക്ക് തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ മുരിങ്ങ വേഗം ഊരിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ ഊരിങ്ങാണ്ട് ഇതാക്കണം. അപ്പോൾ തന്നെ പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പരിപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് മുരിങ്ങയും കറി റെഡിയാക്കി വെക്കാണ് കേട്ടോ. ഇതാക്കണം തൂമിച്ചിങ്ങാണ്ട് ചെറുള്ളിയിൽ തൂമിച്ചിങ്ങാണ്ട് പരിപ്പ് മുരിങ്ങയൊക്കെ നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ മീന് മസാല ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പൊരിച്ചാൻ വേണ്ടിയിട്ട് മസാല കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കുറേ കറികൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉപ്പേരി അങ്ങനെയൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഒരു കറിയും ഒരു പൊരി ഉണ്ടെങ്കിൽ മതി. ചിലപ്പോൾ ഇങ്ങനെ മീൻ കറിയാണെങ്കിൽ മീൻ കറി മാത്രം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു കറി വേണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണ് മീന് കായം കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല നാടൻ ചെറിയ കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാക്കണ പിന്നെ ഞങ്ങള് ചോറിന് പുറത്ത് ചെറിയൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ കഞ്ഞി വെക്കാറുള്ളത്. അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാതും ഇട്ടുകാണ്ട് പെട്ടെന്ന് കത്തിച്ചെടുക്കാമല്ലോ, വേഗം കത്തും ചെയ്യും കേട്ടോ. അപ്പൊ ഇതാക്കണം ഇവിടെയാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത്. അപ്പോൾ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. ഞാൻ അത് അവിടെ കളന്നങ്ങനെ തിളച്ച് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതാക്കണ് അകത്തേക്ക് തുടക്കാൻ പോയിട്ടുണ്ട്. തുടച്ചിടാന്ന് വിചാരിച്ചുകൊണ്ട് തുടക്കാണ് കേട്ടോ. അപ്പൊ തുടക്കലും കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി വേഗം തുടക്കട്ടെ കേട്ടോ. അപ്പം കുട്ടി ഓനവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ എന്താ ചോറ് തീയറ്റിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം തുടച്ചെടുക്കട്ടെ. അപ്പൊ ദാ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ പൊരിക്കാൻ നിന്നു കേട്ടോ. മീൻ പൊരിച്ച് വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ പോവാം. അപ്പൊ ഇതാക്കണം നമ്മളെ നല്ല നാടൻ മത്തി നമ്മൾ പൊരിച്ചെടുക്കാണ് കേട്ടോ. മത്തിമീനാണ്. മത്തിമീൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മത്തിമീൻ. ചെറിയ മീൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. വലിയ വലിയ മീനുകളാവുമ്പോഴാണ് ഇഷ്ടമില്ലാതിരിക്കട്ടോ. അപ്പൊ മീൻ പൊരിച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പൊ ഇതാക്കണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് എല്ലാവർക്കും അലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് വിളമ്പി വന്നുകൊണ്ട് ചോറ് കഴിക്കാണ്. ഇന്നിപ്പോ ചോറിന് ഞാൻ അച്ചാറും മീൻ പൊരിച്ചതും പിന്നെ ഇന്നലത്തെ മീനും ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ചേമ്പിന്റെ കറിയുണ്ട്. അപ്പൊ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പരിപ്പ് മുരിങ്ങി എടുത്തിട്ടില്ല, അത് വൈകുന്നേരത്താണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ നമ്മളെ പണികൾ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നത്. നമുക്ക് പിന്നെ ഉച്ച വരെയല്ലേ പണി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഒരു ദിവസം വരുന്നത്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.